തിരുവല്ല പുളിക്കീഴിൽ വിദേശ മദ്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് സമഗ്രവും ഗൗരവവുമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. പുളിക്കീഴ് ബിവറേജസ് സംഭരണശാല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഭരണശാലയുടെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കും. തീപിടുത്തം അപ്രതീക്ഷിതവും ഗൗരവവുമാണ്. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഉന്നതതല യോഗം ചേർന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ തയ്യാറാക്കും. എല്ലാ സംഭരണ കേന്ദ്രങ്ങളിലും ഷോപ്പുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കും. ഫയർ ഓഡിറ്റ് നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം.എൽ.എ, ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ.ആർ. അജയ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കണ്ടെത്തിയിട്ടില്ല, അന്വേഷണം നടത്തിയാലല്ലേ കണ്ടെത്താൻ പറ്റും. ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തും. 5 മുതൽ 10 കോടി രൂപ വരെയുള്ള നഷ്ടം ആണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. ബാക്കി വാല്യുവേഷനെല്ലാം എടുത്ത ശേഷമാണ് കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ്. ഏതാണ്ട് 40,000 കേസ് അല്ലേ, 40,000 കേസാണ് നമുക്ക് ഈ തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചത്. എത്രയും പെട്ടെന്ന് ഇത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം, നിയമാനുസൃതമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പുനരാരംഭിക്കുക എന്നതാണ് ഇപ്പോൾ മുമ്പിലുള്ള ദൗത്യം. ചൊവ്വാഴ്ച രാത്രിയാണ് ഔട്ട്ലെറ്റിന്റെ കെട്ടിടത്തിനും ഗോഡൌണിനും തീപിടുത്തമുണ്ടായത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള വിദേശ മദ്യം പുളിക്കീട് ഷുഗർ ഫാക്ടറിയുടെ ഭാഗമായിരുന്ന കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ, എക്സൈസ്, പോലീസ് വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.